ഏത് വ്യക്തികൾ പ്രാർത്ഥിക്കുമ്പോഴാണ് വിലയുള്ളത്? ശ്രദ്ധിച്ചോ, മോശ എന്ത് വിലയാണ് കൊടുത്തത്? മോശ ആടുകളെ മേയിച്ചു പോകുമ്പോൾ തീ കത്തുന്നത് കണ്ടു, മുൾപ്പടർപ്പ്. അപ്പൊ അടുത്തേക്ക് ചെന്നപ്പോ ദൈവം പറഞ്ഞ വാക്കെന്താ? കാലയിൽ ഒരു ചെരുപ്പ്. ആരുടെ കാലയിൽ? മോശയുടെ കാലയിൽ. ദൈവം പറഞ്ഞ വാക്കെന്താ? മോശ തിരിച്ചു ചോദിച്ചോ, കർത്താവ് ദൈവമേ, കാലയിൽ ഒരു ചെരുപ്പ് കിടക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ? കാലയിലല്ലേ അത് കിടക്കുന്നേ? മുള്ളു കൊള്ളാൻ ഇട്ടതല്ലേ? ചെരുപ്പാണോ ഇപ്പൊ പ്രശ്നം? ഒരു ചെരുപ്പാണോ ഇപ്പൊ നമ്മൾ ചോദിക്കില്ല ചില കാര്യം, ചെരുപ്പാണോ പ്രശ്നം? ഇതാണോ പ്രശ്നം? അതാണ് പ്രശ്നം. മോശ അത് അഴിച്ചു. ആ അഴിച്ച കൈയാണ് ഈ രണ്ടുപേരും ഉയർത്തിപ്പിടിച്ചത്. ദൈവസന്നിധി ചില കമ്മിറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാരില്ലേ, ചില സമർപ്പണം എടുക്കുന്നതിന് വില കൊടുക്കുന്ന ആൾക്കാരില്ലേ, അവര് പ്രാർത്ഥിച്ചാൽ അച്ചട്ട. അതാ ഈ മോശ മടുത്തെന്ന് പറഞ്ഞപ്പം അവര് മോശയുടെ കൈ എടുത്ത് ഉയർത്തിപ്പിടിച്ചത്. ഹല്ലേലൂയാ. ചില ആളുകൾ, നമ്മൾ ദൈവസന്നിധിയിൽ വില കൊടുത്ത ഒരാളാണോ ഞാൻ? എന്റെ പ്രാർത്ഥന ദൈവമേന്ന് വിളിച്ചാൽ അത് അന്നേരം ദൈവസന്നിധിയിൽ എത്തിയിരിക്കും. ദൈവമേ, എന്താ എനിക്ക് അങ്ങനെ സങ്കടം തന്നത്? ദൈവത്തോട് ഇടപെട്ടിരിക്കും. ചില ആളുകളുടെ ദൈവസന്നിധിയിൽ വില കൊടുക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. രണ്ട്, മോശയുടെ കയ്യിൽ ആടുകളെ മേയ്ക്കാൻ ഉപയോഗിച്ച വടി കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ പുള്ളി ചെയ്തു. അത് നിലത്തിട്ടപ്പോ പാമ്പായി, അതെടുത്ത് കൈ പിടിച്ച് വീണ്ടും അതുപോലായി. ആ വെള്ളം കൊണ്ട് വെള്ളത്തിലടിച്ചപ്പോൾ അത് രണ്ടായിട്ട് മാറുന്നു. ഒരു പാറലടിക്കുമ്പോൾ വെള്ളം വരുന്നു. ഇവിടെ 1500 അടി കുഴക്കടലടിച്ചിട്ട് വെള്ളം കിട്ടുന്നില്ല. അപ്പോഴാണ് ഒരു പാറ ടക്കടിച്ചപ്പം വെള്ളം വരുന്നത്. ഭയങ്കര പരിപാടി. ഏത്? മോശയുടെ എല്ലാവരുടെയും കയ്യിൽ ഈ വടി കിട്ടിയിട്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കൊട്ടി വടി ഒടിച്ച് കൈ മരച്ചു പോകുന്നല്ലാണ്ട് ഒരു ഗുണമുണ്ട്. പക്ഷെ മോശയുടെ അത് ഇരിക്കേണ്ടവരുടെ കയ്യിലിരുന്നാൽ, ദൈവസന്നിധിയിൽ വില കൊടുക്കുന്ന ഒരാളുടെ കയ്യിൽ ഒരു കമ്പ് മതി. അവനുള്ളത് ആ ഒരു ഉണക്കക്കമ്പ് മതി. അവനോട് അവൻ ലോകത്തിൽ അത്രയും ഉയർത്തും ദൈവം. ഇച്ചിരി മതി. പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി മോശയാണ് ഈ ജനത്തെ മുഴുവൻ അക്കരെ കൊണ്ടുപോയത്. വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോയത് മോശയാ. നിങ്ങളൊരു അപ്പനും അമ്മയാ. നിങ്ങൾ ദൈവസന്നിധിയിൽ വില കൊടുക്കുന്നവരാണെങ്കിലേ നിങ്ങളുടെ മക്കളെ ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്ക് എത്തിക്കാൻ നിങ്ങളെ കൊണ്ടാവുള്ളൂ. അല്ല, നിങ്ങൾ എത്ര ശ്രമിച്ചാലും അവർ നിങ്ങളുടെ വറുതി നിൽക്കത്തില്ല. മോശയാണ് ദൈവത്തിന് മുമ്പ് വില കൊടുത്ത മോശയാണ് ഇത്രയും ജനങ്ങളെ അക്കരെ എത്തിച്ചത്. ദൈവസന്നിധിയിൽ വില കൊടുത്തവർക്ക് വാഗ്ദത്ത ദേശത്തേക്കും അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഇതാണ് പ്രാർത്ഥനയുടെ വില. പ്രാർത്ഥനയുടെ വില. പക്ഷെ നമുക്കൊരിക്കലും പ്രാർത്ഥനയെക്കുറിച്ച് പറയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ഈ പറയുന്ന എനിക്കും, ഞാൻ ചില ദിവസങ്ങൾ തീരുമാനിക്കും ഇന്നൊരു 10 നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്പെഷ്യലായിട്ട് ചെല്ലണം. 3 എണ്ണം ചെല്ലിയത് ഓർമ്മയുള്ളൂ. പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഓർത്ത് ദൈവമേ 10 എണ്ണം ചെല്ലുമെന്ന് ഓർമ്മ ഒന്ന് ശരിയാ. എത്ര ദിവസം കഴിഞ്ഞ് ഓർമ്മ വരുള്ളൂ? 3 ദിവസം കഴിഞ്ഞേ ഓർമ്മ വരുള്ളൂ. ചിലപ്പം അയ്യോ 2 ദിവസം ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ചായിരുന്നല്ലോ. എത്ര ഞാനൊരു വീട്ടിൽ ചെല്ലുമ്പോൾ കോഴി ഫാം നടത്തുന്ന ഒരാള് ബക്കറ്റിനകത്ത് വെള്ളം വെച്ചാ പ്രാർത്ഥിക്കുന്ന. അമ്മ പറഞ്ഞു, എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്?